I'm Dr. Abbas Vattoli, Assistant Professor, Amal College of Advanced Studies. മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. പവർ പോയിന്റിൽ വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് സ്ലൈഡ് മാസ്റ്റർ. ഇന്നത്തെ വീഡിയോയിൽ സ്ലൈഡ് മാസ്റ്റർ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 9 സ്ലൈഡുകളുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷനാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരു സ്ലൈഡ് സാധാരണ രീതിയിൽ ഫോർമാറ്റ് ചെയ്ത് അനിമേഷൻസ് കൊടുക്കുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരോ സ്ലൈഡ് സെലക്ട് ചെയ്ത് അതിലെ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് അതിന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ബോൾഡ്, ഇറ്റാലിക് അങ്ങനെ തുടങ്ങിയുള്ള ഫോർമാറ്റിങ്, അതുപോലെ അനിമേഷനും എന്താ വേണ്ടത് വെച്ചാൽ ഇൻഡിവിജ്വലി നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷെ എന്നാൽ ഒരുപാട് സ്ലൈഡുകൾ ഉണ്ടാകുമ്പോൾ അതുപോലെ നമുക്ക് ഒരു ലേ ഔട്ടിലുള്ള എല്ലാ സ്ലൈഡുകൾക്കും ഒരേ ഫോർമാറ്റിങ്ങും അനിമേഷനും ഒരുമിച്ച് അപ്ലൈ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലൈഡ് മാസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഉപയോഗപ്പെടുത്താം. സ്ലൈഡ് മാസ്റ്റർ ഓപ്പൺ ചെയ്യാൻ വ്യൂവിൽ സ്ലൈഡ് മാസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഈ കമ്പനിയിൽ നിന്നുള്ള പോർഷനിൽ ഡിഫറെൻറ്റ് സ്ലൈഡ് ലേ ഔട്ടുകൾ കാണും. ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടൈറ്റിൽ ലേ ഔട്ടാണ്. ഇവിടെ നമ്മളൊരു അനിമേഷൻ കൊടുത്താൽ അല്ലെങ്കിൽ ഇവിടെ നമ്മളൊരു ഫോർമാറ്റിംഗ് നടത്തിയാൽ, ഇപ്പോൾ ഇതിനെ ഞാൻ കളറ് ഗ്രീൻ ആക്കി, അതുപോലെ തന്നെ അതിൻ്റെ അനിമേഷൻസിൽ പോയിട്ട് അതിന് ഫ്ലൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനിമേഷൻ കൊടുത്താൽ ഈ സ്ലൈഡിൻ്റെ ലേ ഔട്ട് ഫോളോ ചെയ്യുന്ന എല്ലാ സ്ലൈഡുകൾക്കും ഈ അനിമേഷൻ അപ്ലിക്കബിൾ ആവും. ഇതിൻ്റെ സബ് ഹെഡിങ്ങിന് ഞാൻ മറ്റൊരു അനിമേഷൻസ് കൊടുത്തു. ഇനി താഴെ കാണുന്നതാണ് ടൈറ്റിൽ പ്ലസ് കണ്ടന്റ് എന്ന് പറയുന്ന ലേ ഔട്ട്. ഏറ്റവും കൂടുതലായിട്ട് ബാക്കിയുള്ള 9 സ്ലൈഡുള്ളതിൽ ബാക്കി 8 സ്ലൈഡിനും ഈ ഒരു ലേ ഔട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ഹെഡിങ്ങിന് ഞാൻ കൊടുക്കുന്ന ഫോർമാറ്റിങ്ങും അതുപോലെ അനിമേഷൻസും ബാക്കിയുള്ള 8 സ്ലൈഡിനും അപ്ലൈ ചെയ്യും. കാരണം ആ 8 സ്ലൈഡിനും ഇതേ ലേ ഔട്ടാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ അനിമേഷൻ ആഡ് ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് എന്ന് പറയുന്ന അനിമേഷനാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ബൗൺസ് എന്നുള്ള അനിമേഷൻ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അനിമേഷൻസ് നമ്മൾ ആഡ് ചെയ്യുന്നതോടെ ഇത് മാത്രം സെലക്ട് ചെയ്തിട്ട് ഇതിനകത്തുള്ള ടെക്സ്റ്റ് മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു അനിമേഷൻസ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്ലൈഡ് മാസ്റ്ററിൽ പോയിട്ട് സ്ലൈഡിന്റെ ലേ ഔട്ട് സെലക്ട് ചെയ്തിട്ടാണ് അനിമേഷൻ ആഡ് ചെയ്ത്. സ്വാഭാവികമായിട്ടും ഈ ലേ ഔട്ട് ഫോളോ ചെയ്യുന്ന എല്ലാ സ്ലൈഡുകൾക്കും ഈ അനിമേഷൻ അപ്ലൈ ചെയ്യും. അതിന് പുറമെ നമ്മളിപ്പോൾ ഈ ഒരു പാർട്ട് ഉണ്ടായതുകൊണ്ട് സ്ലൈഡ് നമ്പർ ഇതിൽ വരും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിന് താഴെ ഫൂട്ടർ എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ ഉണ്ട്. ഈ ഫൂട്ടർ എന്നുള്ള പോർഷനിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ, ഫൂട്ടർ എന്ന പോർഷനിൽ നമ്മളിപ്പോൾ പവർ പോയിന്റ് ഇത് ടൈപ്പ് ചെയ്താൽ എല്ലാ പ്രസന്റേഷനിലും ഈ പവർ പോയിന്റ് എന്നുള്ള ഈ ഫൂട്ടർ വരും. അതുപോലെ തന്നെ ഈ ഡേറ്റ്, ഇതുപോലത്തെ കോമൺ ആയിട്ട് എല്ലാ സ്ലൈഡിലും അപ്പിയർ ചെയ്യേണ്ട മാറ്ററൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഫോർമാറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി സ്ലൈഡ് മാസ്റ്റർ ക്ലോസ് ചെയ്താൽ, സ്ലൈഡ് മാസ്റ്റർ എന്നുള്ള മെനുവിൽ ക്ലോസ് സ്ലൈഡ് മാസ്റ്റർ എന്ന് കൊടുത്താൽ നമ്മുടെ നോർമൽ വ്യൂവിലേക്ക് നമ്മൾ പോകും. അവിടെ നമുക്ക് മനസ്സിലാകും നമ്മൾ നേരത്തെ സ്ലൈഡ് മാസ്റ്ററിൽ പോയിട്ട് അപ്ലൈ ചെയ്ത ഫോർമാറ്റിംഗ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി അത് എല്ലാ സ്ലൈഡുകൾക്കും അപ്ലൈ ചെയ്തു. നമുക്കിതിൻ്റെ സ്ലൈഡ് ഷോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ടൈറ്റിൽ സ്ലൈഡാണ്. അവിടെ നമ്മൾ കൊടുത്ത അനിമേഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മുടെ ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് എന്നുള്ള സ്ലൈഡായിരുന്നു. ഇതിൻ്റെ ഇത് നമ്മൾ ടൈറ്റിൽ റെഡ് കളറാക്കിയിരുന്നു, അതിന് അനിമേഷൻ കൊടുത്തിരുന്നു. ഇത് അതിനകത്തുള്ള കണ്ടന്റിലുള്ള അനിമേഷൻ. ഇതിന് സെക്കൻഡ് സ്ലൈഡ് വരുമ്പോഴും അതേ അനിമേഷൻ അപ്ലൈ ചെയ്തു, തേർഡ് സ്ലൈഡിന് അപ്ലൈ ചെയ്തു. അങ്ങനെ
ഇതിനകത്തുള്ള മുഴുവൻ സ്ലൈഡിന് അത് എന്ത് ചെയ്തു അപ്ലൈ ചെയ്യും. അപ്പോൾ സ്ലൈഡ് മാസ്റ്ററിന്റെ യൂസ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് സ്ലൈഡ് ഉണ്ട്. എല്ലാ സ്ലൈഡുകൾക്കും നമ്മൾ ഏകദേശം ഒരേ പാറ്റേൺ ഓഫ് ഫോർമാറ്റിങ്ങും അനിമേഷനും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലി ഓരോരോ സ്ലൈഡിൽ പോയിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതിന് പകരം നമുക്ക് എവിടെ പോയാൽ മതി, വ്യൂവിനകത്തുള്ള സ്ലൈഡ് മാസ്റ്ററിൽ പോയിട്ട് നമുക്ക് ഒരു ലേ ഔട്ടിലുള്ളതിനൊക്കെ ഒരുമിച്ച് അപ്ലൈ ചെയ്യാം. സ്ലൈഡ് ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ലേ ഔട്ട് ഉണ്ട്. ഈ ലേ ഔട്ട് ഉപയോഗിച്ചിട്ട് അഥവാ അത് 2 കണ്ടന്റ് ലേ ഔട്ടാണ്. ഈ ലേ ഔട്ടാണ് ഈ രീതിയിലാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു അനിമേഷൻ കൊടുത്താൽ ഈ 2 കണ്ടന്റ് എന്ന ലേ ഔട്ട് ഉപയോഗിച്ച എല്ലാ സൈഡിനും അത് അപ്ലൈ ചെയ്യും. അതുപോലെ നമുക്ക് ഡിഫറെന്റ് ലേ ഔട്ടുകളാണ് സാധാരണ പവർ പോയിന്റിനകത്ത് അവൈലബിൾ ഉള്ളത്. അപ്പോൾ ലേ ഔട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് പവർ പോയിന്റ് ഉണ്ടാക്കിയിട്ട് വളരെ പെട്ടെന്ന് അതിന് അനിമേഷൻസ് ഫോർമാറ്റിംഗ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടൂളാണ് Slide Master. I hope you understood. Thank you for watching. Have a nice day.